ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഗേൾസ് ഡേ ഔട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അത് മറൈൻ ഡ്രൈവൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്ന് ശേഷം ഞങ്ങളിതാ ഇടപ്പള്ളിയിലോട്ട് പോകാൻ നിൽക്കുകയാണ്. മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ മെട്രോ ഒരു 5 മിനിറ്റ് ലേറ്റ് ആവും. സോ നമ്മൾ ആ ടൈം വെറുതെ കളഞ്ഞില്ല. പടേന്ന് കുറേ സെൽഫീസൊക്കെ എടുത്തു. പിന്നെ നേരെ ഇടപ്പള്ളിയിൽ ഇറങ്ങി ഇഫ്താറിലേക്ക് പോയി ഫുഡ് തട്ടാൻ. ഉഷ്ണേന്ദു ശാന്തി എന്നാണല്ലോ നമ്മുടെ ദിലീപേട്ടനും സലീം കുമാർ ചേട്ടനൊക്കെ നമ്മുടെ കല്യാണരാമൻ സിനിമയിൽ പറഞ്ഞേക്കുന്നത്. അതേപോലെ ചൂടത്ത് നടന്ന് ചെന്ന ഞങ്ങൾക്ക് അവർ 2 ഗ്ലാസ് ചൂടുവെള്ളം തന്നു. ആദ്യം തന്നെ നമ്മളത് പടേന്ന് കുടിച്ചു. ശേഷം നമ്മൾ ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തു. ആ ഫുഡ് വരാനുള്ള ടൈം നമ്മൾ വേസ്റ്റ് ചെയ്തില്ല. ആ ടൈമിൽ പിന്നെയും കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. അപ്പോൾ നമ്മളെ ഫുഡ് വന്നു. നമ്മൾ അൽഫാം കുഴിമന്തിയും പിന്നെ ഒരു പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. പറയാതിരിക്കാൻ വയ്യ, രണ്ടും അടിപൊളി ഫുഡാണ്. എസ്പെഷ്യലി പ്രോൺസ് ബിരിയാണി. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പ്രോൺസ് ബിരിയാണിക്കകത്ത് ഇത്രയും പ്രോൺസ് ഒന്നും അങ്ങനെ കാണാറില്ല. എനിക്ക് പേഴ്സണലി അത്രയും പ്രോൺസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വട്ടം അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട്. നമ്മളാകെ തളർന്നൊക്കെയാണ് കടയിലേക്ക് വന്നത്. പക്ഷേ കടയിലേക്ക് വന്നപ്പം പിന്നെ അടുത്ത പ്രശ്നം, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തളർന്നു പോയി. ഇത് പിന്നെ നമ്മൾ ലൈം ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി ലുലുവിലോട്ട് ഇന്നിങ്ങനെ പോവും. ലുലുവിലൊക്കെ പോയി ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ചെയ്തിട്ടാണല്ലോ അവിടുന്ന് വന്നത്. ഞാൻ ലാസ്റ്റ് ഇതാ അവളെ തോളിലോട്ട് ചരിഞ്ഞ് കിടക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഞങ്ങൾ മേടിച്ച ഫുഡ് ഫിനിഷ് ചെയ്ത്. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ലുലുവിൽ വലിഞ്ഞ് കയറി കുറേ സെൽഫീസൊക്കെ എടുത്ത്. പിന്നെ ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ ക്രിസ്മസ് അപ്പൂൻ്റെ കൂടെയുള്ള ഫോട്ടോ മസ്റ്റായിട്ട് എടുക്കണമല്ലോ. അങ്ങനെ പിന്നെ ക്രിസ്മസ് അപ്പൂൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാനവിടെ ക്രിസ്മസ് അപ്പൂൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്രിസ്മസ് അപ്പൂൻ്റെ ആ താടി നിങ്ങൾ ആരെങ്കിലും ഒന്ന് വലിച്ച് നോക്കണം കേട്ടോ. എപ്പോഴെങ്കിലും ലുലുവിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്രിസ്മസിന് ട്രിം ചെയ്ത താടിയാണെന്നത്. ആ ക്രിസ്മസ് അപ്പൂൻ്റെ താടി ജസ്റ്റ് ഒന്ന് വലിച്ചപ്പോൾ ആ താടി ഇതാ ക്രിസ്മസ് അപ്പൂൻ്റെ വയറ് വരുന്നുണ്ട്. ഇതിന് ജീവനില്ലാത്ത ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്നെ തലമണ്ടയ്ക്ക് അടിച്ച് പറഞ്ഞു വിട്ടേനെ. പിന്നെ നമ്മൾ കുറേ സെൽഫീസൊക്കെ പിന്നെ എടുത്തു. പിന്നെ അവളെനിക്ക് കരി എഴുതാൻ ഒരിച്ചിരി കരി തന്നായിരുന്നു. അപ്പം ഞാൻ സാധാരണ കരി കണ്ണിന് താഴെ എഴുതാറില്ലായിരുന്നു. അങ്ങനെ എഴുതിയപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ പടപടാ വെള്ളം വന്നു. പിന്നെ അവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസ് അൺഎക്സ്പെക്റ്റഡ് പിക്കാണെന്ന് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ മുരളിയുടെ ഒരു സ്വീറ്റ് ലസ്സിയും വാങ്ങി. നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ ചെന്നിരുന്നു. കുറേ കത്തിയൊക്കെ അടിച്ചു. പിന്നെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു. സ്വീറ്റ് ലസ്സി എന്ന് പറയുന്നത്, ലസ്സിയും ഈ പറയുന്ന കേടൊക്കെ എന്ന് പറയുന്നത് എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്സിലുള്ള കാര്യമാണ്. സോ ലസ്സിയും നമ്മൾ കേക്കൊക്കെ കഴിച്ചു. കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര മൗത്ത് മെൽറ്റിംഗ് ആയ പോലെ തോന്നി. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഭയങ്കര കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര ഇരുന്ന് നമ്മൾ ആ കേക്ക് കഴിക്കുമ്പോൾ ഒരു വേറൊരു ഫീലാണ്. അപ്പം അത്രയേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ടൈമായി. അപ്പം നമ്മളിതാ പോവുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.